ഈ വീഡിയോ വിവാഹിതരായ സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. വിവാഹത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് വന്ന് നിങ്ങളോട് പറയുന്നു, എൻ്റെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നമുണ്ട്, നിൻ്റെ സ്വർണ്ണം ഒന്ന് പണയം വയ്ക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കണമല്ലോ എന്നുദ്ദേശിച്ച് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണം എടുത്ത് കൊടുക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരമൊന്നുമില്ല. എന്തായി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഈ സ്വർണം ഞാൻ വിറ്റു, എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, ഞാൻ വിറ്റു. സ്വർണ്ണല്ലേ, നാളെയും ഞാൻ നിനക്ക് വാങ്ങിത്തരാം എന്ന് പറയുന്നു. നിങ്ങളൊരു സമ്പാദിക്കുന്ന ഒരു സ്ത്രീയാണ്, നിങ്ങളുടെ പേരിൽ ലോൺ എടുക്കാനായിട്ട് ഹസ്ബൻഡ് പറയുന്നു. അപ്പോൾ ആ ലോണ് വീണ്ടും നിങ്ങളുടെ പേരിൽ എടുക്കുന്നു, നിങ്ങൾ തന്നെ അതിൻ്റെ അടവുകൾ അടച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലെ ചിലവിലേക്ക് ഹസ്ബൻഡ് ഒന്നും തരുന്നില്ല. നിങ്ങളുടെയും കുട്ടികളുടെയും കാര്യങ്ങളും വീട്ടിൽ ചിലവും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ചെയ്യും. ഇതൊരു അപകടത്തിലേക്കുള്ള ഒരു പോക്കാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ഹസ്ബൻഡിന് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സഹായിക്കണം, അത് തന്നെയാണ്, നമ്മൾ പരസ്പരം സഹായിക്കണമല്ലോ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പണം അത് ശരിയായ രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പല ഫാമിലീസിലും നടക്കുന്നില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നീ അറിയണ്ട, അത് ഞാൻ നോക്കിക്കോളാം, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പല ഫാമിലിയിലും നടക്കുന്നില്ല, അത് ചെയ്യണം. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും നമുക്കൊരു വരുമാനവും നമ്മുടെ കയ്യിൽ കുറച്ചൊരു സ്വത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ശക്തി തരുന്ന ഒരു കാര്യമാണ്. അതെടുത്ത് നമ്മൾ ഭർത്താവിന് എടുത്ത് കൊടുക്കുന്ന സമയത്ത് അത് അവരെന്താണ് ചെയ്യുന്നത്, അത് ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. അപ്പോൾ ഇതല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ ഒരു കുഴിയിലേക്ക് നമ്മുടെ കുടുംബം വീണുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ചിലപ്പോൾ നമുക്കതിന്ന് പുറത്ത് വരാൻ പറ്റാത്ത ലെവലിലേക്ക് ചിലപ്പോൾ നമ്മൾ താഴ്ന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം.